ആലപ്പുഴയിലേക്ക് വന്നാൽ കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ ആലപ്പുഴയിലെ 9 മണ്ഡലങ്ങളിൽ 4 ഇടങ്ങളിൽ മാത്രമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. തർക്കം നിലനിന്ന ആലപ്പുഴ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ ആര് എന്നത് ആകാംക്ഷയോടെ തുടരുകയാണ്. അരൂരിൽ വീണ്ടും ദലീമ ഷാനിമോൾ ഉസ്മാൻ പോരിന് കളമൊരുങ്ങിയപ്പോൾ അമ്പലപ്പുഴയിൽ ജി സുധാകരന് പിന്തുണ നൽകാനാണ് തീരുമാനം. ശരണ്യ സ്നേഹനുണ്ട്. ശരണ്യ, ഇപ്പോൾ അരൂരിൽ ഷാനിമോൾ ഉസ്മാൻ, അമ്പലപ്പുഴയിൽ ജി സുധാകരൻ, CPM വിട്ട ജി സുധാകരൻ, ഹരിപ്പാട്ട് രമേശ് ചെന്നിത്തല, ഇത് നേരത്തെ തന്നെ ഏതാണ്ട് ധാരണയായ സ്ഥാനാർത്ഥികളാണ്. പക്ഷെ അപ്പോഴും കോൺഗ്രസിന് സാധ്യതയുണ്ട് എന്ന് കരുതപ്പെടുന്ന നിരവധി സീറ്റുകൾ ആലപ്പുഴയിലുണ്ട്. ചെങ്ങന്നൂരുണ്ട്, കായംകുളമുണ്ട്, ചേർത്തലയുണ്ട്, അങ്ങനെ നിരവധി മണ്ഡലങ്ങളുണ്ട്. മാവേലിക്കരയിലും ഏതാണ്ട് പ്രഖ്യാപനമായിട്ടുണ്ട്. പക്ഷേ മറ്റ് ഈ മണ്ഡലങ്ങളുടെ കാര്യത്തിൽ എന്താണ് ഇപ്പോൾ പ്രശ്നം? MJ ജോബൊക്കെ പാർട്ടി വിട്ട ഒരു പശ്ചാത്തലം കൂടി ആലപ്പുഴയിലുണ്ട്. രഞ്ജിത്ത്, ആലപ്പുഴയിൽ പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിൽ ആലപ്പുഴ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ സ്ഥാനം സംബന്ധിച്ചൊരു അന്തിമ തീരുമാനം ഇതുവരെ ആയിട്ടില്ല എന്നുള്ളതാണ്. നേരത്തെ KC വേണുഗോപാലിന്റെ പേര് ഈ ആലപ്പുഴ മണ്ഡലത്തിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇതുവരെ ആലപ്പുഴയിൽ അത്തരത്തിൽ സ്ഥാനാർത്ഥി ആദ്യഘട്ട പട്ടിക പുറത്തു വരുമ്പോഴും ആലപ്പുഴയിൽ സ്ഥാനാർത്ഥി ആര് എന്ന് വ്യക്തമാക്കാനായി കോൺഗ്രസിന് കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട്. അതോടൊപ്പം തന്നെ എം ലിജുവിന്റെ പേരാണ് ഇപ്പോൾ കായംകുളത്ത് പരിഗണിക്കുന്നത്. നേരത്തെ കായംകുളത്ത് മറ്റു ചില പേരുകൾ കൂടി, അതായത് ഇതിനു മുൻപ് മത്സരിച്ചിരുന്ന അരുത ബാബുവിന്റെ പേര് പരിഗണനയിലുണ്ടായിരുന്നു. ഒപ്പം തന്നെ KP ശ്രീകുമാർ എന്നിവരുടെ പേരാണ് പരിഗണനയിലുണ്ടായിരുന്നത്. എന്നാൽ അമ്പലപ്പുഴയിൽ ജി സുധാകരൻ മത്സരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായതോടെ അമ്പലപ്പുഴയിൽ നേരത്തെ മത്സരിക്കാനായി തീരുമാനിച്ചിരുന്ന എം ലിജു പിന്നീട് കായംകുളത്തേക്ക് അദ്ദേഹത്തിന് മാറ്റുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുണ്ട്. എന്നാൽ ലിജുവിന് കായംകുളത്ത് മത്സരിക്കാൻ അത്ര താല്പര്യമില്ല എന്നുള്ള വിവരങ്ങളുമൊക്കെ ലഭ്യമാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആലപ്പുഴ ചെങ്ങന്നൂരിലേക്കാണ് പോകുന്നത്. ചെങ്ങന്നൂരിൽ സജി ചെറിയാനാണ് LDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ശക്തമായൊരു മത്സരം കാഴ്ചവെക്കേണ്ടതുണ്ട്. എന്തായിരിക്കും കോൺഗ്രസിന്റെ അവസാന ഘട്ട സ്ഥാനാർത്ഥി അവിടെ എന്നുള്ളതാണ് എല്ലാവരും ആകാംക്ഷയോടെ നോക്കുന്നത്. കാരണം BJP അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. പൊതുവെ BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ ഒരു ആധിപത്യം ഉണ്ടായ ഒരിടമാണ്. പക്ഷെ അവിടെ അവരുടെ A ക്ലാസ് മണ്ഡലമായിട്ടും നേരത്തെ പരിഗണിച്ചിരുന്ന BJPയുടെ ജില്ലാ പ്രസിഡന്റായിരുന്ന ഗോപകുമാറിനെയാണ് അവിടെ മത്സരിപ്പിക്കാനായി എത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റാർ കാൻഡിഡേറ്റ് ഒന്നും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ സാധ്യതയുള്ള മണ്ഡലമായിട്ടും ചെങ്ങന്നൂരിൽ വന്നിട്ടില്ല. പക്ഷെ ചെങ്ങന്നൂരിൽ UDFും ഇതുവരെ ഒരു അന്തിമ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. മറിയ ഉമ്മന്റെ പേരുൾപ്പെടെ നേരത്തെ അവിടെ കേട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നുമല്ല അവസാന ലിസ്റ്റിലേക്ക് വരുന്നതെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അവിടെ യൂത്ത് കോൺഗ്രസ് നേതാവായ ബിനു ചുള്ളിയലിന്റെ പേര് കേൾക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എബി കുര്യാക്കോസ്, മറ്റൊരു യൂത്ത് കോൺഗ്രസ് നേതാവായ എബി കുര്യാക്കോസിന്റെ പേരും രണ്ടാമതായി കേൾക്കുന്നുണ്ട്. DCC പ്രസിഡന്റായ ബാബു പ്രസാദിന്റെ പേരും വരുന്നുണ്ട്. ഇതിൽ ആരാണ് അവസാന പട്ടികയിലേക്ക് ഇടം പിടിക്കുക എന്നുള്ളത് നിലനിൽക്കുന്നു. ഒപ്പം ആലപ്പുഴയിൽ AD തോമസിന്റെ പേര് പരിഗണനയിലുണ്ട്. അതോടൊപ്പം തന്നെ DCC ജനറൽ സെക്രട്ടറിയായ റീഗോ രാജീവിന്റെ പേരുകളുമൊക്കെ കേൾക്കുന്നു. എന്നാൽ ഇതൊക്കെ മാറ്റിയ ഒരു അപ്രതീക്ഷിതമായ ഒരു ആൾ ആലപ്പുഴയിൽ എൻട്രി ചെയ്യുമോ എന്നുള്ള, അല്ലെങ്കിൽ KC വേണുഗോപാൽ വരുമോ എന്നുള്ള സംശയങ്ങളൊക്കെ നിലനിൽക്കുന്നു. എറണാകുളം എടുത്തു, കൊല്ലം എടുത്തു, തിരുവനന്തപുരം എടുത്തു, ആലപ്പുഴ എടുത്തു, പത്തനംതിട്ട എടുത്തു, കോട്ടയം, ഇവിടെയൊക്കെ UDFിൽ അനിശ്ചിതത്വം തുടരുകയാണ്. വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ UDFിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട്, കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാകും ഇത് പരിഹരിക്കേണ്ടി വരിക. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.